ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യം അനന്തമായി നീളുന്നു. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നവീകരണ ജോലികൾ നടക്കാതെ വരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ തടസ്സപ്പെട്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ദേശീയപാതയുടെ മറ്റിടങ്ങളിൽ ജോലികൾ തകൃതിയായി നടക്കുമ്പോഴും നേര്യമംഗലം വനമേഖലയിൽ തടസ്സപ്പെട്ട ജോലികൾ ഇനിയും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വനമേഖലയിൽ റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു നിർമ്മാണ ജോലികൾ നിയമക്കുരുക്കിലേക്ക് പോയി തടസ്സപ്പെട്ടത്. റോഡ് കുണ്ടുംകുഴിയായതോടെ ജനകീയ പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ മാസങ്ങൾക്ക് മുമ്പ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ റീടാറിംഗ് ജോലികൾ നടത്തി. എന്നാൽ വീതി കൂട്ടിയുള്ള മറ്റ് നിർമ്മാണ ജോലികൾക്ക് സാഹചര്യമൊരുങ്ങാത്തതിൽ വീണ്ടും പ്രതിഷേധം കനക്കുകയാണ്. നിലവിലെ റോഡ് മാത്രം ടാർ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനായി ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഹൈവേ അതോറിറ്റിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ വലിയ മഴ വരുന്നതോടുകൂടി തന്നെ ഇത് വലിയ രീതിയിലുള്ള തിട്ടുകളെല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളും കിടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ട ഇത് റോഡിൻ്റെ ഭാഗമാണ്, ഇത് വനഭൂമി അല്ല റവന്യൂ ഭൂമിയാണെന്ന് കൊടുക്കേണ്ട റിപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ ഒരു വർഷക്കാലമായി ഈ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു നിൽക്കുന്നത്. ശക്തമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഇതിനു മുമ്പ് നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള പ്രക്ഷോഭങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നവീകരണ ജോലികൾ നടക്കാതെ വരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മഴക്കാലങ്ങളിൽ പാതയോരത്തു നിന്നും മരങ്ങൾ കടപുഴകി റോഡിലേക്ക് പതിച്ചുള്ള ഗതാഗത തടസ്സം പതിവാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഈ മഴക്കാലത്തും സമാന സാഹചര്യമുണ്ടാകും. റീടാറിംഗ് നടത്തിയതുകൊണ്ട് മാത്രം വനമേഖലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനോ അപകട സാധ്യത കുറയ്ക്കാനോ കഴിയില്ല. അതിനായി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുകയും തന്നെ വേണം. പ്രധാനപ്പെട്ട റോഡായിരുന്നിട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കഴിച്ച് തുടർ ജോലികൾ സാധ്യമാക്കുന്നതിന് സാഹചര്യമൊരുക്കാത്തതിൽ അമർഷമുയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.